ഹായ് ഏറീസ് ലിയോ സജിറ്റേറിയസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കരിയർ, റിലേഷൻഷിപ്പ് ആൻഡ് ഫ്യൂച്ചർ ഔട്ട്കം. വളരെ അവിചാരിതമായിട്ടാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ കരിയറിന് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. ഇവിടെ വന്നിരിക്കുന്ന 4 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ എന്തിനെയോ ഹോൾഡ് ചെയ്യുന്നു വളരെ ടൈറ്റായിട്ട്. നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തു വെച്ച ചില കാര്യങ്ങൾ, അത് പണമാകാം, ജോബാകാം, ചില പൊസിഷൻസ് ആകാം, ചില അവസരങ്ങളാകാം. നിങ്ങൾക്കൊരു ഇന്നർ ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ ചിലർക്കിത് സേവിങ്സ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കാം. ചിലർക്കിത് ജോബ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഭയം. മറ്റു ചിലർക്കിത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിലുള്ള ഒരു ഹെസിറ്റേഷൻ. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് യൂണിവേഴ്സ് ഒരു പ്രതിഫലം ഉറപ്പായും തരും. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് അതിനെയാണ് സൂചിപ്പിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് സക്സസിനെ, ഒരു ആത്മവിശ്വാസം കൂടുക, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ലഭിക്കുക, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജോലിയിലുള്ള ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയമേവ നേടിയെടുത്തതാണ്. നിങ്ങൾ കുറച്ചൊരു സ്ലോ ആണെങ്കിൽ തന്നെയും ഒരു ഹയർ സ്റ്റെബിലിറ്റി മോഡിലേക്ക് പോകുന്നു. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ടാലൻറ്റിൽ നിന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഈസ് യുവർ പവർ, യു ആർ ഇനഫ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകാൻ പോകുന്നു. നെക്സ്റ്റ് വരുന്ന 7 ഓഫ് കപ്സിൻ്റെ കാർഡ് ഒരു കൺഫ്യൂഷനെയും ടു മെനി ചോയ്സസിനെയും സൂചിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു. ഒന്നിൽ കൂടുതൽ നല്ല നല്ല അവസരങ്ങൾ വരുമ്പോൾ തന്നെ സ്വാഭാവികമായും കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കുകയാണ് ഏതെടുക്കണം, ഏതായിരിക്കും സേഫ്, ഏതിനാണ് നല്ല ഗ്രോത്ത് കിട്ടുന്നത്, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത. ഡിവൈൻ പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി ആലോചിച്ച് അത് ഡീപ്പ് ആഴത്തിൽ പഠിച്ചതിന് ശേഷം, ഒരു ക്ലാരിറ്റി ലഭിച്ച ശേഷം മാത്രം നിങ്ങൾ ജോബിലൊരു തീരുമാനമെടുക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡ് നിങ്ങളുടെ ഒരു ഇന്നർ പവറിനെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ക്ഷമയെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിനെയും. കരിയർ റീഡിങ്ങിനെ ബ്ലസ് ചെയ്യുന്നത് ആണ് സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുന്നത്. എത്ര വലിയ ചലഞ്ചസ് നിങ്ങൾക്ക് മുൻപിലുണ്ടെങ്കിലും നിങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇന്നർ കറേജ് നിങ്ങളിൽ ഉണ്ട്. നിങ്ങളുടെ ആ ഒരു സൈനിൻ്റെ ആ ഒരു ബ്രേവറി, ലീഡർഷിപ്പ്, ബോൾഡ് സ്റ്റെപ്പ് ഇതെല്ലാം സൂചിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് ഡൗട്ട് കുറച്ചിട്ട് സെൽഫ് ബിലീഫ് കൂട്ടുക. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ പഠിക്കുക. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകൾ കണ്ടെത്തി നിങ്ങളുടെ സകല പവറും എടുത്ത് മുന്നോട്ട് പോകുക. ഓവറോൾ കരിയർ എനർജിയിൽ ചോയ്സസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചില കൺഫ്യൂഷൻസ് വരും, അത് സ്വാഭാവികമാണ്. ഒരുപാട് കടുംപിടുത്തം പിടിച്ച് നിങ്ങൾക്ക് മുൻപിലേക്ക് വരുന്ന നല്ല നല്ല അവസരങ്ങൾ കളയരുത്. നെക്സ്റ്റ് ഒരു 3 മന്ത്സിനകം തന്നെ നിങ്ങൾക്കൊരു സ്ട്രോങ് ഷിഫ്റ്റ് കരിയറിലുണ്ടാകും. ഒരു സ്റ്റെബിലിറ്റി, സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇതെല്ലാം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഓഫീസിൽ നിങ്ങളുടെ ആ ഒരു ടാലൻ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കും, അപ്രീഷിയേറ്റ് ചെയ്യും. അടുത്തതായി നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാർഡ്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. 9 ഓഫ് വാണ്ട്സ്, ദ ഹെർമിറ്റ്, 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ ടെമ്പറൻസ്. 9 ഓഫ് വാണ്ട്സിൻ്റെ കാർഡുകൾ സൂചിപ്പിക്കുന്നത് വളരെ ടയേർഡായ, ഗോഡഡ് ആയിട്ടുള്ള, പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിനെ. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ടയേർഡാണ്. ഒരുപാട് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റിനെ ഇത് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊണ്ടുള്ള മുറിപ്പാടുകളാണ്. എങ്കിലും നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ സറണ്ടർ ചെയ്യുകയില്ല, പക്ഷേ ഞാൻ മുറിവേറ്റിരിക്കുന്നു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. പല പ്രാവശ്യം ഉപേക്ഷിച്ച് പോകാൻ ശ്രമിച്ച ഒരു ബന്ധം പക്ഷേ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു സ്റ്റേബിൾ മോഡിലേക്ക് വന്ന് നിങ്ങളൊരു ആക്റ്റീവായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന ശ്രമത്തിലാണ്. നിങ്ങളെ അതേപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഹർട്ട് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആണ്, പക്ഷെ നിങ്ങൾക്കൊരു വിശ്രമം ആവശ്യമാണ്, ഒരു ബ്രേക്ക് ആവശ്യമാണ്. ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന ഒരവസ്ഥ, അത് സ്റ്റോപ്പ് ചെയ്യുക. ഹെർമിറ്റ് കാർഡ് ഒരു സൈലൻറ്റ് മോഡിനെ സൂചിപ്പിക്കുന്നു. വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു നോ കോണ്ടാക്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോയ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്കിടയിൽ ഒരു സൈലൻറ്റ് മോഡ് വന്നിട്ടുണ്ട്. ഇന്നർ റിഫ്ലക്ഷൻ പീരീഡാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഡിസ്റ്റൻസും നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ഇതെനിക്ക് ലഭിക്കുന്നുണ്ടോ, എങ്ങോട്ടേക്കാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പോക്ക്, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണമോ അതോ എന്നോടൊപ്പം ഉണ്ടാകുമോ, ഇതൊക്കെയാണ് നിങ്ങളെ ആകെ വലയ്ക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്.
ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു, ലോങ് ടേം തിങ്കിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്, ഒരു ക്ഷമയോടെ കാത്തിരിക്കുക. അതിനാൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കുറച്ചുപേർ ആലോചിക്കുന്നു, ഞാനിതിലേക്ക് എൻ്റെ ടൈമും എഫേർട്ടും ലവും എല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ഫലം കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയും. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇവാലുവേഷൻ പീരീഡിലാണ്. ഇതൊരു എൻഡിങ് എനർജി അല്ല, ഒരു ലോങ് ടേം ഡിസിഷൻ എനർജിയായിട്ട് കണക്കാക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ഒരു ഹീലിംഗ് ഫേസിനെ സൂചിപ്പിക്കുന്നു, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരു ഡിവൈൻ ടൈമിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്നു. ഇതൊരു ബ്യൂട്ടിഫുൾ കാർഡാണ്. ഒരു ലവ് റീഡിങ്ങിൽ വരുമ്പോൾ ഇതൊരു ഹീലിംഗ് ഫേസിനെ സൂചിപ്പിക്കുന്നു. സ്ലോ ആണ്, പക്ഷേ സ്റ്റഡി ഹീലിംഗ് നടക്കുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം തന്നെ റിസോൾവ് ചെയ്യുന്നു. നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഈഗോ അത് മാറാൻ പോകുന്നു. ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് ദ ടെമ്പറൻസ്. ഒരേപോലെ രണ്ട് സോൾസ് തമ്മിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി. ഓവറാൾ റിലേഷൻഷിപ്പ് എനർജി നോക്കുമ്പോൾ നിങ്ങൾ മുറിവേറ്റിരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു സൈലൻസിലേക്ക് പോയി ഒരു ഹീലിംഗ് ഫേസിലേക്ക് വരുന്നു. ഇതൊരു ബ്രേക്കപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു ഇവാലുവേഷൻ പീരീഡ് ആണ്. ലോങ് ടേം ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു അവലോകനം. നിങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് വരാൻ പോകുന്നു. ഒരു 2 to 8 വീക്സിനകത്ത് തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണ് നിങ്ങളൊരു ഇമോഷണൽ ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ലോലി ഇംപ്രൂവ് ചെയ്യുന്ന അവസ്ഥ. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ കാമായി, വളരെ ആഴത്തിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കി, അതുപോലെ തന്നെ കൂടുതൽ സ്റ്റേബിൾ മോഡിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നു. ഫ്യൂച്ചർ ഔട്ട്കമായിട്ട് വന്നിരിക്കുന്നത് 3 of Cups ആണ്. ഈ കാർഡ് ഒരു സെലിബ്രേഷനെ സൂചിപ്പിക്കുന്നു, ഒരു റീയൂണിയനെ സൂചിപ്പിക്കുന്നു. നിങ്ങളെ തേടി ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. കരിയർ സൈഡിൽ നിങ്ങളുടെ ആ ഒരു ജോബിലുള്ള ഒരു സക്സസിനെ സൂചിപ്പിക്കുന്നു. ചിലർക്ക് ചില ഓഫറുകൾ വരുന്നതായിട്ട്, ചില അച്ചീവ്മെൻറ്റ് കിട്ടുന്നതായിട്ട്, അതുപോലെ ഒരു റെക്കഗ്നിഷൻ ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്ന കാർഡാണ് 3 of Cups. ഇതൊരു ബ്യൂട്ടിഫുൾ കൺഫർമേഷൻ കാർഡാണ് 3 of Cups. നിങ്ങളുടെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ മാറി ആ ഒരു യാത്ര അവസാനിക്കുന്നത് വളരെ വലിയ ഒരു സന്തോഷത്തിലേക്കായിരിക്കും. ഏറിസ്, ലിയോ, സജിറ്റേറിയസ്, ഇപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു ഫിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുതരുന്നു. നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി കൊണ്ടുതരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ഹീലിംഗിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ വെയിറ്റിംഗ് എനർജി ഒരു സെലിബ്രേഷനിലേക്ക് നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾ ഒരു ഫയർ എനർജിയാണ്. ഉള്ളിലുള്ള ആ ഒരു തീനാളം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ കരിയറും റിലേഷൻഷിപ്പും എല്ലാം തന്നെ അതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ മുന്നേറും. അപ്പോൾ ഏറിസ്, ലിയോ, സജിറ്റേറിയസ്, ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഒരു ചെറിയ ഹൈപ്പും തരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ പ്രപഞ്ചശക്തിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് ഇതിനൊരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നാളും കമൻറ്റ് ചെയ്യുക. ജനിച്ച നാൾ അറിയില്ല എങ്കിൽ ജനിച്ച മാസം കമൻറ്റ് ചെയ്താലും മതിയാകും. നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും അനുഗ്രഹങ്ങളും തന്ന് പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.